ഇങ്ങോട്ട് കണ്ണ് നോക്കി കഴിഞ്ഞാൽ കാണാതെ പോകത്തില്ല. എല്ലാ കാര്യത്തിലും ഒരു ചിട്ട വെച്ചിട്ടാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് പേജ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും നമ്മളിവിടെ ഒരു കോഫി ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പം മലപ്പുറത്താണുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഏറ്റവും പുതിയ പ്രോജക്റ്റാണ് ഡ്രിവൺ 55. അപ്പോൾ ഈ ഒരു ഗ്യാരേജിൻ്റെ വിശേഷങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത മെഷീൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനാഗ്രേഷന് വരാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ മലപ്പുറത്ത് വന്നേക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഗ്യാരേജിനെ പറ്റി പറയാം. ഈ ഒരു ഗ്യാരേജ് അഫ്സൽ ബ്രോയും ഒരു ടീമും, അവർ 2-3 ഫ്രണ്ട്സ്, ഞാൻ കൂടുതലായിട്ടും അഫ്സൽ ബ്രോയും ആയിട്ടാണ് പരിചയപ്പെട്ടേക്കുന്നത്. അപ്പോൾ ബാക്കി 2-3 പേരും കൂടെ ചേർന്നിട്ട് തുടങ്ങിയ ഒരു ഗ്യാരേജാണ്. അപ്പം എന്ത് ആശയത്തിൻ്റെ പുറത്താണ് ഡ്രിവൺ 55 ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലപ്പുറംകാർക്ക് അല്ലെങ്കിൽ തിരൂരുകാർക്ക്, മലപ്പുറത്ത് തിരൂരാണ് ഈ ഗ്യാരേജ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിരൂരുകാർക്ക് വേണ്ടി ഒരു പ്രീമിയം ഗ്യാരേജ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നിലവിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്ത രീതിയിൽ ഒരു ഗ്യാരേജ് സ്റ്റാർട്ട് ചെയ്യണം. ആ രീതിയിലുള്ള മെഷീൻസ് ആയിരിക്കണം, ആ രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ പറ്റണം, ആ ഒരു ക്വാളിറ്റി വാഷ് ആയിരിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ തുടക്കം കുറിച്ചൊരു പ്രോജക്റ്റാണ് ഡ്രിവൺ 55. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡീറ്റെയിലിംഗ് ബേ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രീമിയം ആയിട്ടുള്ള പോളിഷ്, ഗ്രഫൈൻ, സെറാമിക്, PPF, ബൊറോഫൈൻ കോട്ടിങ്ങുകൾ, അതുപോലെ തന്നെ വണ്ടിയുമായിട്ട് പെയിൻറ്റ് കറക്ഷൻ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നതാണ്. എന്താ പറയുക, നോർമൽ, ഇതൊരു നോർമൽ സെറ്റപ്പ് എന്നുള്ള രീതിയല്ല, ഒരു പ്രീമിയം സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഏത് കണ്ടീഷനിലുള്ള വണ്ടി കൊണ്ടുവന്നാലും അത് പക്ക ആക്കി തരാനുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ബാക്കി അകത്തേക്ക് പോയി, ഭയങ്കര സൗണ്ടാണ്, ഒരുപാട് തിരക്കുള്ള റോഡാണ്. സോ നമുക്ക് അകത്തേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം. കണ്ടാൽ മനസ്സിലാവും ഡ്രിവൺ 55. അപ്പോൾ ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നോർമൽ ടൈലാണ് ഫ്ലോറിൽ ഇടുന്നത്. ഇവിടെ നമ്മൾ എപ്പോക്സിയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നോർമൽ ട്യൂബ് പരിപാടി അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ് ഒക്കെ മാറ്റി സീലിംഗ് ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, പാനലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മാസീവ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഫുള്ള് ഗ്ലാസ് ആണ്. ഈ റോഡിൽ നിന്ന് നമ്മുടെ വണ്ടി, ഇതിനകത്ത് നമ്മുടെ വണ്ടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും റോഡിൽ നിന്ന് ഇങ്ങോട്ട് കണ്ണ് നോക്കി കഴിഞ്ഞാൽ കാണാതെ പോകത്തില്ല. ആ ഒരു രീതിയിൽ വ്യൂ കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു ബേ സെറ്റ് ചെയ്തേക്കുന്നത്. അറ്റ് എ ടൈം നമുക്ക് 2 വണ്ടി ഇവിടെ ചെയ്യാൻ പറ്റും. കോട്ടിങ് ആയിക്കോട്ടെ, പോളിഷ് ആയിക്കോട്ടെ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തൊരു കട്ടിംഗ് ബേ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പ്രൈമറി കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ കഴിഞ്ഞ് വണ്ടി വാഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരും. ഫൈൻ ട്യൂൺ, അതായത് പോളിഷിന്റെ ഫൈനൽ സ്റ്റേജ് ഒക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് ചെയ്തിട്ട് കോട്ടിംഗ് ആണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും, പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 15-20 ഡേയ്സ് ആയി. ഒരുപാട് കാറുകൾ ഇവിടെ സെറാമിക് ഒക്കെ ചെയ്തു പോവുകയും ചെയ്തു. എന്നാൽ പോലും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു കാർ വാഷ് സെറ്റപ്പ് എന്നതിലുപരി നമ്മുടെ കോട്ടയം ഗ്യാരേജിന്റെ അതേപോലെയൊക്കെ ഒരു രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റുള്ള ഒരു കസ്റ്റമറാണ്. സോ ഇപ്പോൾ 10-15 ദിവസം ആയിട്ട് പോലും പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും വണ്ടി ചെയ്തിട്ട് പോലും ഈ ഒരു ഫ്ലോർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് ട്രോളി ഉണ്ട്. അതൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന വളരെ എന്താ പറയുക, പ്രീമിയം ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലാത്തിനും കറക്റ്റായിട്ടൊരു ഏതൊക്കെ എവിടെയൊക്കെ ഇരിക്കണം എന്നൊരു ചിട്ടയുണ്ട്. കറക്റ്റ് പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ചിട്ട വെച്ചിട്ടാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് പേജ് ചെയ്തേക്കുന്നത്. കോമ്പൗണ്ടുകളായിക്കോട്ടെ, പോളിഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ക്ലോത്തുകളായിക്കോട്ടെ, മൈക്രോ ഫൈബർ, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ തിരൂര് മലപ്പുറംകാർക്ക് വേറെ ഈ തിരൂര് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗോസിസ് ഗ്യാരേജിൽ കിട്ടുന്ന അത് അല്ലെങ്കിൽ അതിലൊരു പടി മുകളിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ പല ഗ്യാരേജ് ഉള്ളതുകൊണ്ട് ഓടിയെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അഫ്സൽ ബ്രോ ഒരു ഒറ്റ ഷോപ്പ് എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുകയാണ്. സോ നമ്മുടെ ഗോസിസ് ഗ്യാരേജിൽ കിട്ടുന്ന അതേ പ്രീമിയം ലെവലിലുള്ള എല്ലാ ട്രീറ്റ്മെന്റും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ തിരൂരുകാരെല്ലാം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് തെക്കുമുറിയാണ്. തിരൂര് തെക്കുമുറിക്കകത്താണ് തെക്കുമുറിക്കകത്തല്ല, സോറി, തെക്കുമുറിയിലാണ് ഈ ഒരു ഗ്യാരേജിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് വല്ല കോഫി ഷോപ്പിലും പോയി കയറിയോന്ന്. അല്ല, നമ്മുടെ ഷോപ്പിൽ തന്നെ ഉള്ളതാണ് ക്യൂനോഷറി. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിനും അതേപോലെ ഡീറ്റെയിൽ ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിനും എല്ലാവർക്കും നമ്മളിവിടെ ഒരു കോഫി ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
സോ അപ്പം വളരെ പ്രീമിയം ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇവിടെ AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഫാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ കോഫി, സ്നാക്സ്, അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലോഡഡ് ഫ്രൈസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇവിടെ ഒരു വലിയൊരു മെനു കാർഡ് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വാഷ് ചെയ്യാൻ വരുന്നവർക്ക് ടൈം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട്. അതുപോലെ TV കണ്ടിരിക്കാം, എന്ത് വേണം, മൊബൈൽ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ നോർമലി നിങ്ങളൊരു യൂഷ്വൽ സെറ്റപ്പ് കണ്ടുവരുന്ന രീതിക്ക് അല്ലാതെ നമ്മൾ ഒരെണ്ണം ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് എന്താ പറയുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒരു വാഷ് ചെയ്യുന്ന ആ ഒരു ടൈം അവർക്ക് എങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഉള്ളൊരു കോഫി ഷോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കാണാൻ തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ കണ്ടുവരുന്ന പോലെ ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതുപോലെ ഫ്ലോറിങ്, ഇത് വേറൊരു എപ്പോക്സിയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ചെയേഴ്സ് ആയിക്കോട്ടെ, പെയിന്റ് ആയിക്കോട്ടെ, ഈ ഒരു ആംബിയൻസ് ആയിക്കോട്ടെ, ഇതിപ്പോൾ ഡ്രിവൺ 55ന്റെ D ആണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ മേളിലൊരു D ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സോ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. മൊത്തത്തിൽ ഒരു 30 മിനിറ്റ്സിൽ നമ്മളൊരു കാർ വാഷ് ചെയ്ത് വിടാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പകുതിയോളം ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ബാക്കി ഇതെല്ലാം കറങ്ങി കണ്ടു കഴിയാൻ നേരം ഇവിടെ വന്ന് അത്രയും ടൈം പോസ്റ്റ് ആയി എന്നൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ മേളിൽ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, അതും നമ്മൾ ഫ്യൂച്ചറിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഇവരുടെ പേജിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഇവിടെ പല കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്, അത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഡീറ്റെയിലിംഗ് സെക്ഷൻ കണ്ടു, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇരിക്കാനുള്ള സ്പേസ്, അതുപോലെ തന്നെ ഒരു കോഫി ഷോപ്പ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു. അപ്പം കം ടു ദ പോയിന്റ്, നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് വരണമല്ലോ. നമ്മൾ ഇത്രയും പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീനും ഒരു പ്രീമിയം ലിഫ്റ്റുമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. രണ്ടും ഒരു വാഷിംഗ് ബേയിലാണ് ചെയ്തേക്കുന്നത്. വളരെ പ്രീമിയം രീതിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ പുറകെ ഇങ്ങനെ വന്നാൽ നമ്മൾ നേരെ കാർ വാഷിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ കൂടാണ് നമ്മളിതിൻ്റെ വണ്ടി കയറി വരാനുള്ള സ്പേസ് കൊടുത്തേക്കുന്നത്. ഈ ഒരു പാത്തിൽ കൂടാണ് നേരെ നമുക്ക് ബാക്കിൽ കാണുന്നത് വണ്ടി വാക്വമിൻ്റെ ഏരിയ ആണ്. ഈ ഒരു ഏരിയ ആണ് നമുക്ക് ജസ്റ്റ് ബില്ലിൻ്റെ കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ആൻഡ് വന്നോളൂ, കണ്ടിട്ട് നിങ്ങൾ തന്നെ നോക്കുക എങ്ങനെയുണ്ടെന്ന്. സോ ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ വരുന്നത്. സോ പെട്ടെന്നങ്ങ് പറഞ്ഞു, എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഗ്യാരേജ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു. ഒരു പ്രീമിയം ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സെമി ഓട്ടോമാറ്റിക് ബേ കൊടുത്തിട്ടുണ്ട്, 2 ബൂം കൊടുത്തിട്ടുണ്ട്, ഗണ്ണ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എയറിൻ്റെ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ നമ്മുടെ ഒരു ക്വാളിറ്റി, അതായത് നമ്മൾ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് നമുക്ക് നല്ലതാണ്. അതായത് നിലവിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കാർ വാഷ് ഇടണമെന്ന് പറയുന്നെങ്കിലും എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരെണ്ണം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരെണ്ണം തട്ടിക്കൂട്ടി സെറ്റപ്പിൽ ഒരെണ്ണം ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിലുള്ളവർക്ക് കാർ വാഷ് ഉണ്ടെന്ന് പറയണം. പക്ഷേ ഒരു കാർ വാഷ് ഉണ്ട്, ഇതേപോലെ ഒരു കാർ വാഷ് ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അതുപോലെ കസ്റ്റമർ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ വേണം. സോ നമ്മളെപ്പോലെ തന്നെ ഇതിൻ്റെ മെഷീൻ കൊടുത്ത കസ്റ്റമറിന് അഫ്സൽ പ്രോയ്ക്കും ടീമിനും നല്ല അത്യാവശ്യം വണ്ടിപ്പിരാന്തുള്ളത് കൊണ്ടും ഒരു വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് അറിയാവുന്നത് കൊണ്ടും അവർ ഒരു മെഷീൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇലക്ട്രിക്കൽ ലൈനിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പ്ലംബിങ്ങിൻ്റെ ലൈനിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ടൈലിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. വോൾ ടൈലൊക്കെ കണ്ടില്ലേ, അതായത് നിലവിൽ എത്രയും കോസ്റ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ എത്രയും പ്രീമിയം ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പൈസ നോക്കാതെ ചെയ്തൊരു ഗ്യാരേജാണ്. സ്റ്റാഫിന് സെപ്പറേറ്റ് ഒരു ടോയ്ലറ്റ് ഉണ്ട്, പമ്പ് റൂം ഉണ്ട്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു കട്ടിംഗ് ബേ ആഡ് ചെയ്തിട്ടുണ്ട്. കട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബേയിലേക്ക്, നമ്മുടെ ഡീറ്റെയിലിംഗ് ബേയിലേക്ക് ഒരു വണ്ടി മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ടിൻ്റെ പൊടിയും കാര്യങ്ങളും ഒന്നും വരരുതെന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ബേയിലിട്ടാണ് വണ്ടി കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് വാഷ് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. സോ അപ്പോൾ നമുക്ക് വണ്ടി മാക്സിമം വൃത്തിയായിട്ട് കിട്ടും. ബാക്കിയുള്ള നമ്മൾ ഫൈൻ ട്യൂൺ എന്നവർ പറയുന്ന പോലെ അവസാനത്തെ ഒരു ചെറിയ കറക്ഷനും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് മാത്രം ചെയ്ത് ഫൈനൽ സ്റ്റേജ് കറക്ഷൻ മാത്രം അവിടെ ചെയ്ത് കോട്ടിങ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ തന്നെ ഡെലിവറി ആണ്. അപ്പോൾ ഇവിടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഹെവി കട്ട് ആയിക്കോട്ടെ, മീഡിയം കട്ട് ആയിക്കോട്ടെ, കോമ്പൗണ്ടിൻ്റെ പരിപാടിയെല്ലാം നമ്മളിവിടെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നു വാക്വമും അതുപോലെ തന്നെ വൈപ്പിങ്ങും, വണ്ടി വാഷ് ചെയ്തിട്ടുള്ള വൈപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ നോക്കാൻ നേരം ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരെ ഇപ്പം ആ ഒരു ബ്രോ പോകുന്നുണ്ട്, ആ ബ്രോയെ നമ്മൾ പിടിച്ചിരിക്കും. ബ്രോ എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം കേട്ടോ. പോയി അപ്പോൾ ആ ബ്രോയെ നമുക്ക് വിളിക്കാം, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. സോ ഇതിപ്പം ഈ വണ്ടിയുടെ ഫൈനൽ സ്റ്റേജ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ ടീം. ജസ്റ്റ് എല്ലാവരും ഒരു ഹൈ കാണിച്ചു തരാം, എല്ലാവരും ഹൈ പറഞ്ഞു എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ ഡ്രിവൺ 55ന്റെ ടീം. അപ്പോൾ
ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗ്യാരേജിൻ്റെ പറയാനുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ബില്ലിംഗ് കൗണ്ടർ. ബില്ലിംഗ് കൗണ്ടറിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ വണ്ടിയാണ് ഇവിടെ വാഷ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയ സെറ്റപ്പാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ കസ്റ്റമേഴ്സിനെ നമുക്ക് വിളിച്ചറിയിക്കാനും പറ്റും, അപ്പുറത്തുള്ള കസ്റ്റമറെ വിളിച്ചറിയിക്കാനും പറ്റും. അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇത് മാറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാങ്ങറാണ്. ഇതൊക്കെ ബ്രോ സെറ്റ് ചെയ്ത കേട്ടോ, ഇതിൻ്റെ അഫ്സൽ ബ്രോ സെറ്റ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തതാ കേട്ടോ. ഈ ബ്രഷിൻ്റെ സ്റ്റാൻഡൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കെമിക്കൽസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാനൽ ബോർഡ് ഇവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ ഗണ്ണിൻ്റെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെറൈറ്റി അല്ലേ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മെഷീൻ റൂമാണ്. മെഷീൻ റൂമിലേക്ക് ഞാൻ പോകുന്നില്ല. 7.5 HP 2 മോട്ടർ ഉണ്ട്, ഒരു 3 HP കംപ്രസർ ഉണ്ട്. അത് ഓൾവേസ് നിങ്ങൾക്ക് പല വീഡിയോയിലും കാണിക്കുന്നതാണ്. ARൻ്റെ ഒറിജിനൽ പമ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. 200 ബാർ പ്രഷർ ഒരു പമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റിയും ആ ഒരു കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വരുന്നത് ഒരു ടോയ്ലറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ ETP ടാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു സോഫ്റ്റ് ലോഞ്ച് എന്നുള്ള രീതിയിൽ ഒരു 10 മുതൽ 15 വണ്ടി നമ്മൾ ചെറിയ രീതിക്ക് ഓപ്പൺ ചെയ്തു. അതായത് ഇതുവരെ ഇത് പ്രോപ്പറായിട്ടൊരു മാർക്കറ്റ് ചെയ്തിട്ടില്ല. മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ആയിരിക്കും ഇതിൻ്റെ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് വെളിയിൽ അറിയിക്കുന്ന ഫസ്റ്റ് ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ. ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാതാണ് ഈ ഒരു രീതിയിൽ ഓടുന്നത്. അതായത് നമ്മൾ ചെയ്തു വിടുന്ന വണ്ടിയുടെ ക്വാളിറ്റി കണ്ടും കേട്ടും മാത്രമാണ് ഇവിടെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്യാരേജിന്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ബിബി ചേട്ടനാണ് ഈ ഗ്യാരേജിന്റെ മാനേജർ. പുള്ളിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പുള്ളി പറഞ്ഞത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലിപ്പിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ചേട്ടാ, അപ്പോൾ എങ്ങനെയുണ്ട് ഡ്രിവൺ 55 എങ്ങനെയുണ്ട്? ട്രാക്കിലാണ്. എത്ര വണ്ടി വെച്ച് നമുക്കിപ്പോൾ ചെയ്തോണ്ട് കസ്റ്റമറിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കസ്റ്റമേഴ്സ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഡെയിലി ഒരു 15 വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്തിട്ടാണ് ഈ വണ്ടി വന്നേ? നമ്മൾ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടില്ല. നിലവിൽ ആദ്യം 5 വണ്ടികളുള്ളായിരുന്നു. അത് കഴിഞ്ഞ് 5 പേര് വെളിയിൽ പറഞ്ഞ് അങ്ങനെ വന്നതല്ലേ? അപ്പൊ അങ്ങനെ 5, 10 അതിപ്പോ ഒരു 15 വണ്ടി വരെ ബിലോ 15 കാസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതാണ് അതിന്റെ കറക്റ്റ് കാര്യം. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ്. ഞാനും കണ്ടു, എല്ലാവരും ചേട്ടൻ സഹിതം കൂടെ നിന്നിട്ടാണ്. ഒരു ടീം വർക്കാണ്, നല്ലൊരു ടീം വർക്ക് ഇവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക ഒരു അപ്രിസിയേഷൻ നൽകേണ്ടതാണ്. സോ നല്ല രീതിക്ക് ഈ ഒരു ടീം എന്നും ഇതേപോലെ തന്നെ നിൽക്കട്ടെ. പയ്യന്മാരായിക്കോട്ടെ, എല്ലാം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. അത് പിന്നെ വേറൊരു കാര്യം, ഇവരൊരു സ്റ്റാഫ് മാനേജർ ആ ഒരു സിസ്റ്റം ഒന്നും ഞാനിവിടെ കണ്ടില്ല. എല്ലാവരും ഒരേപോലെ നിന്ന് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ കാർ വാഷ് സെറ്റപ്പിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ സ്റ്റാഫ് മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജർ ഒന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് മാനേജർ നോക്കുമ്പം ചെയ്യും, മാറിക്കഴിയുന്നേരം വേറൊന്നും നടക്കും. അതാണ് നോർമലി ഉള്ളതെല്ലാം നടക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർ വരുമ്പം നല്ലപോലെ വർക്ക് ചെയ്യും, ഓണർ അങ്ങോട്ട് മാറി കഴിയുന്നേരം തോന്നിയ പോലെ വർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നിവിടെ ഇതിൻ്റെ ഓണർ ഇല്ല. എന്നിട്ട് പോലും ഞാൻ വന്നപ്പോൾ വണ്ടി മാറ്റിയിടാൻ പറഞ്ഞ കസ്റ്റമറാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് വിടാൻ വന്നേ. അപ്പോൾ ചേട്ടാ, വീണ്ടും ഇതേപോലെ 20 എന്നുള്ളത് 15 എന്നുള്ളത് 20 ആവട്ടെ, 30 ആവട്ടെ, 40 ആവട്ടെ, ഒരു 40 കാർ വന്നാലും നമുക്കിവിടെ പുട്ടുപോലെ കഴിവിടാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാഫും ബാക്കിയുള്ളത് എല്ലാം അതിന് വേണ്ട എന്താ പറയുക കേപ്പബിൾ ആണ് എല്ലാവരും. എല്ലാവരും ബാക്കിലൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, അല്ലേ? 40 വണ്ടി വന്നാലും നമ്മൾ ചെയ്തോട്ടില്ലേ? അപ്പോൾ ഇതാണ്. അതേപോലെ ഒരു കോഫി ഷോപ്പ്, അതുപോലെ ഡീറ്റെയിലിംഗ് നമ്മൾ അത്യാവശ്യം നല്ല കുറച്ച് വണ്ടികൾ സെറാമിക് ഒക്കെ ചെയ്ത് വിട്ടില്ലേ? പോളിഷിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഏകദേശം എൻ്റെ അറിവിൽ ഏകദേശം ഒരു 10 വണ്ടിക്ക് മേലെ ചെയ്തു വിട്ടല്ലേ? ചെയ്തു വിട്ടതിന് ശേഷം അത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഗ്യാരേജ് അടിപൊളിയായിട്ട് നീറ്റായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലിഫ്റ്റിലൊക്കെ പൊക്കി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാളൊന്നും, നല്ല ഡേർട്ടായിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വാളൊന്നും ആ കളർ ഇരിക്കില്ല. പിന്നെ അതേപോലെ വൈകിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. സോ അതിനും നല്ലൊരു എന്താ പറയുക, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഗ്യാരേജിൻ്റെ ഓണേഴ്സ് ആയിക്കോട്ടെ, പുതിയതായിട്ട് ഇടുന്നവരായിക്കോട്ടെ, മെയിനായിട്ടും നമ്മുടെ വണ്ടി, ഇപ്പം ഞാനൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു ഗ്യാരേജ് വണ്ടി കൊണ്ടുവരുന്നത് എൻ്റെ വണ്ടി വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവിടെ ഉള്ള ചെളിയും കൂടെ എൻ്റെ വണ്ടിയിലാവാൻ വേണ്ടിയിട്ടല്ല. സോ ഇവിടെ വൃത്തിയാക്കി വെച്ചെങ്കിലേ പുറത്തുനിന്ന് വരുന്ന ഒരു കസ്റ്റമർ, നിങ്ങളൊരു കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ഗ്യാരേജിൽ കൊണ്ടുപോയി വാഷ് ചെയ്യുക. അവരാദ്യം അവരുടെ സ്ഥലം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വണ്ടി വൃത്തിയായിട്ട് വെക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ സൈഡിൽ കരിയോയിലും ഡീസലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റിയെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നുള്ളതെന്ന് മനസ്സിലാക്കുക. പോവല്ലേ വാ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ഗ്യാരേജിൻ്റെ ബാക്കിൽ വേറൊരു കഥയും കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഗ്യാരേജിൻ്റെ പുറകിൽ ഒരു വൻ ട്രാപ്പ് ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്യാരേജിൻ്റെ ഓണർ പുള്ളി എന്നെ കാണാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വയനാട് ഒരു സൈറ്റ് കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വഴിയിൽ വെച്ചിട്ടാ എന്നെ വിളിക്കുന്നത്. ബ്രോ, ഇത് കണക്ക് കാലിക്കറ്റ് ബീച്ചിൽ വെച്ച് മീറ്റ് ചെയ്യാം, അർജൻറ്റായിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്
ഏകദേശം ഒരു 1.5 വർഷം 2 വർഷമായി കാണും ഇതിന്റെ പ്ലാൻ ഇട്ടിട്ട്. എന്നെ വിളിക്കുന്നു, പുള്ളി ഓൾറെഡി മെഷീൻ ഒരാളുടെ കയ്യിൽ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഞാൻ ആ കമ്പനിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു, പുള്ളി പെട്ടു, ആ പൈസ ലോക്കായി. പിന്നെ വേറെ അപ്ഡേറ്റോ കാര്യമൊന്നുമില്ല. അതിനുശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതേപോലെ മെഷീൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ മെഷീൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു എനിക്ക് അവരുടെ മെഷീൻ ഇനി എടുക്കാൻ താല്പര്യമില്ല, പൈസ പോയി എന്നായി. അവസാനം ഈ ബ്രോ അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് ആ പൈസയ്ക്ക് പകരം അവരുടെ അവരുടെ പ്ലാന്റിൽ പോയി അവിടെ കൈ കിട്ടിയ ഒരു വാക്യൂം മെഷീനും സാധനം, ആ പൈസയ്ക്ക് മുതലാവുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ് അവസാനം രക്ഷപ്പെട്ടത്. സോ എല്ലായിടത്തും പറയാനുള്ളത്, ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ പോയി പെടാതിരിക്കുക. അത് കോയമ്പത്തൂരുള്ള ഒരു കമ്പനിയായിരുന്നു, തമിഴ്നാട് ബേസ്ഡ് കമ്പനിയായിരുന്നു. അപ്പോൾ അവർ സംഭവം വന്നു, സാധനം എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. സാധനം എല്ലാം പൈസ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫോൺ എടുക്കില്ല, അഡീഷണൽ പൈസ ചോദിക്കുക, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിട്ടുണ്ട്. അത് കറക്റ്റ് എന്താണെന്ന് അഫ്സൽ ബ്രോയും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അഫ്സൽ ബ്രോയും കൂടെ ഉള്ളൊരു സമയത്ത് ഇതിൻ്റെ കൂടുതൽ കാര്യം പറയും. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ, അമ്മയും സൈറ്റിൻ്റെ കാര്യമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനേ ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ഇതുവഴി പോകാൻ നേരം ഞാൻ ഈ കമ്പിയൊക്കെ വെച്ചിട്ട് സൈറ്റ് കാണിച്ചു അന്ന് കമ്പിയും ഇത് മാത്രമല്ലേ ഉള്ളായിരുന്നു. അപ്പൊ അത് സംഭവം അന്ന് അങ്ങനെ ചെയ്ത ഒരു ഗ്യാരേജ് ആണ് ഈ ഒരു രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. സോ അഫ്സൽ ബ്രോയുടെ ആ ഒരു എഫേർട്ടും അതുപോലെ എന്നെ ഒരു മോനായിട്ട് കാണണ്ട, ഇപ്പം ലൈക്ക് ഒരു കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത വർക്ക് എങ്ങനെയുണ്ട് അതുപോലെ അതാദ്യം പറയുന്നു. എനിക്ക് ഈ വർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വർക്ക്, നല്ല ഏരിയ, പിന്നെ ഇത് കാണാൻ ഒരു ക്ലാസ് ലുക്ക്. ഇത് അമ്മയെ കൊണ്ട് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഞാൻ ചോദിച്ചതേയുള്ള. അമ്മ മാന്യമായിട്ട്, അമ്മ കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോ അമ്മയ്ക്കും വന്ന ഉടനെ അമ്മ പറഞ്ഞു ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അമ്മ ഇതിനകത്ത് ഞാൻ വലിച്ചിട്ടതാ, അല്ലാതെ അമ്മയ്ക്ക്. അപ്പോൾ സംഭവം ഇതാണ്. അപ്പോൾ അഫ്സൽ ബ്രോയ്ക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ ടീമിനും സ്റ്റാഫൊക്കെ അടിപൊളി സ്റ്റാഫ്, അടിപൊളി. അതുപോലെ നീറ്റ് എന്ന് പറഞ്ഞ സൂപ്പർ, അടിപൊളി, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഉള്ള ഒരു ഗ്യാരേജ് ആണ്. സോ തിരൂരുകാര് എല്ലാവരും ഇവിടെ വന്ന് ഒരു ട്രിപ്പെങ്കിലും വാഷ് ചെയ്ത് നോക്കണം, ഇവിടുത്തെ ക്വാളിറ്റി മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇതേപോലൊരു ഗ്യാരേജ് ഇവിടെ കിട്ടാൻ പോകുന്നില്ല. സത്യവാ, അടിപൊളി. അത് അതേപോലെ പൈസ മുടക്കി, അതേപോലെ എഫേർട്ട് ഇട്ട്, അതേപോലെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത്, അതേപോലെ എന്താ പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു കഫേ ആയിക്കോട്ടെ, എല്ലാം നീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സാധാരണ നമ്മുടെ നാട്ടിൽ എല്ലാവരും പൈസ മുടക്കും. പക്ഷെ ഇത് വെറും വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അഴുക്കും. അതായത് നമ്മുടെ കോട്ടയം ഗ്യാരേജിൽ പോലും കഴിഞ്ഞ ആഴ്ച അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞു, വൃത്തിയില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. സോ അമ്മ വീട്ടിലായാലും അമ്മ അങ്ങനെ കേട്ടോ. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ്. അപ്പൊ അമ്മയാണ് എന്നെ ഈ പറയുന്ന വൃത്തിയുടെ കാര്യമൊക്കെ പഠിപ്പിച്ച കേട്ടോ. അപ്പം ആ ഒരു ഇതാണ്. വേറെന്താ പറയാനുള്ളത്? അപ്പൊ മെഷീന്റെ കാര്യത്തിൽ വീണ്ടും പറയുന്നു, നോക്കിയും കണ്ട് മെഷീൻ ഓർഡർ ചെയ്യുക, സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളത് നോക്കി ഓർഡർ ചെയ്യുക. അതിനുശേഷം വന്ന് വണ്ടി വാഷ് ചെയ്യുക. അതല്ല, അതിനുശേഷം മാത്രം ഗ്യാരേജ് പണിയാൻ പ്ലാൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് വാഷ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു.